പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡ് ഈ തെരഞ്ഞെടുപ്പ് വലിയ ചർച്ചയായ വിഷയമാണ്. നോക്കൂ, 8 കോടി രൂപ ചെലവിൽ നിർമ്മിച്ചിരിക്കുന്ന പാലക്കാട് KSRTC സ്റ്റാൻഡിൽ പുതുതായി നിർമ്മിച്ചിരിക്കുന്ന ബിൽഡിംഗിൽ ഒരു മൂത്രപ്പുര ഇനിയും തുറന്നു കൊടുത്തിട്ടില്ല. എന്നാൽ നോക്കൂ, ഇത് മൂന്നും ഇവിടുത്തെ മൂത്രപ്പുരകളെ അടച്ചിട്ടിരിക്കുന്നത് യാത്രക്കാർക്ക് തുറന്നു കൊടുക്കാനേ കഴിയുന്നില്ല. ഇത് പൂർണ്ണമായിട്ടും പൂട്ടിയിട്ടിരിക്കുന്ന നിലയിലാണ്. ഒരിടത്തും ഈ ടോയ്ലറ്റുകൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നില്ല, തുറന്നു കൊടുത്തിട്ടില്ല. എന്തിനായിരിക്കും ഇത് പൂട്ടിയിട്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പലർക്കും കാര്യം അറിയില്ല. പൂട്ടിയിട്ടേക്കുക. ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള യാത്രക്കാർ അവർക്ക് ശുചിമുറി ഉപയോഗിക്കണമെങ്കിൽ ഇവിടെ നിന്ന് ഏകദേശം 50, 60, 100, 150 മീറ്റർ അപ്പുറത്തുള്ള പഴയ കെട്ടിടത്തിലേക്ക് പോയി ദുർഗന്ധം വമിക്കുന്ന ആ സ്ഥലത്ത് പോയി അവരുടെ കാര്യങ്ങൾ സാധ്യപ്പെടുത്തണം എന്നുള്ളതാണ്. സ്ത്രീകൾക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുക. പുരുഷന്മാർ പോണ വഴിയിലൊക്കെ കാര്യം സാധിക്കുന്ന എളുപ്പ വഴികളുണ്ട്. പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ച് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ വീട്ടിലെത്തുന്നത് വരെ ഇത് പിടിച്ചു വെക്കേണ്ട അവസ്ഥയുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ പ്രേക്ഷകരെ കാണിക്കാം. ഇവിടുത്തെ ജീവനക്കാർക്കും ഈ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. മുകൾ നിലയിലാണ് അവർക്ക് ജീവനക്കാർക്കുള്ള ടോയ്ലറ്റ് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. പക്ഷേ ആ ടോയ്ലറ്റ് സംവിധാനം പോലും ഇനിയും തുറന്നു കൊടുത്തിട്ടില്ല എന്നതാണ് നമ്മളോട് ജീവനക്കാർ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഏറെ കൗതുകകരമായ കാര്യം, ഇത് കോൺട്രാക്ട് എടുത്തിരിക്കുന്നത് ഊരാളുങ്കലാണ്. ഊരാളുങ്കൽ എടുത്ത കോൺട്രാക്ട് എന്താണ് ഇതിങ്ങനെ സംഭവിച്ചിരിക്കുന്നത് നമുക്കറിയില്ല. ജെൻസ് ടോയ്ലറ്റ് പൂട്ടിക്കിടക്കുക, താക്കോൽ കൊണ്ട് ആൾ പോയി. കാര്യം എവിടെ സാധിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇത് ലേഡീസ് ടോയ്ലറ്റ് പൂട്ടിക്കിടക്കുക. ഇത് 3ാമത്തെ ടോയ്ലറ്റ് പൂട്ടിക്കിടക്കുക. 8 കോടി രൂപ നിർമ്മിച്ചിരിക്കുന്ന ഒരു KSRTC സ്റ്റാൻഡിന്റെ അവസ്ഥയാണ്. ഇത് എന്തിനു വേണ്ടി നിർമ്മിച്ചു, ആർക്ക് വേണ്ടി നിർമ്മിച്ചു, അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാനുള്ള ഒരു സൗകര്യം എന്തുകൊണ്ട് ഒരുക്കി കൊടുക്കുന്നില്ല എന്നതാണ് ചോദ്യം. നമുക്ക് സ്റ്റേഷൻ മാസ്റ്റർ ഒന്ന് കാണാം. മാത്രമല്ല നമുക്ക് KSRTC വകുപ്പ് മന്ത്രിയുടെ ഒരു പ്രതികരണം കൂടി എടുക്കണം. കാര്യം പാലക്കാട് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് KSRTCയുടെ കാര്യമൊക്കെ ആഘോഷിക്കപ്പെടുമ്പോൾ അടിസ്ഥാന സൗകര്യം പോലും പലപ്പോഴും നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. പ്രേക്ഷകർക്ക് അറിയാവുന്ന പോലെ തൃശ്ശൂരിലേക്കും ഗുരുവായൂരിലേക്കും ഒക്കെ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. ദീർഘദൂര യാത്രകൾ കഴിഞ്ഞു വരുന്ന ആൾക്കാരാണ്. നമസ്കാരം. ടൗൺ ടു ടൗൺ ആണോ, കോഴിക്കോടാണോ ട്രിപ്പ്? ആണ്. നിങ്ങൾ ഇത്രയും ദൂരെ യാത്രയൊക്കെ കഴിഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ അത്യാവശ്യത്തിന് വിശ്രമിക്കാനുള്ള മുറികളൊക്കെ ഉണ്ടോ? ടോയ്ലറ്റ് എവിടെയാ പോകുന്നത്? അവിടെ ഇപ്പോഴല്ലേ തുറന്നു കൊടുത്തത്? എത്ര കാലമായി തുറന്നു കൊടുത്തിട്ട്? അല്ല, അത് ആദ്യം ഉണ്ടല്ലോ. ഇവിടെ ജെൻസിന് കൊടുക്കാറുണ്ടോ? അത് ജെൻസിനോട് ചോദിക്കല്ലോ. എന്താ അവസ്ഥ? മുകളിലത്തെ ടോയ്ലറ്റ് ഓപ്പൺ ആണോ? ഓപ്പൺ ആണ്. ഇല്ല, നേരത്തെ ഓപ്പൺ ആയിരുന്നു. കറക്റ്റ് അറിയാം, ഞാൻ പുറത്തൊന്നും. അതാണ് അറിയില്ല, അതാണ് പ്രശ്നം. അവളെ ചോദിച്ചിട്ട് വരാം. നമ്മുടെ കൺട്രോൾ ഇവിടെ ഉണ്ട്, സ്റ്റേഷൻ മാസ്റ്റർ ഇവിടെ ഉണ്ട് എന്നാണ് നമുക്ക് തോന്നുന്നത്. സ്റ്റേഷൻ മാസ്റ്റർ സാർ ഇവിടെ ഉണ്ടല്ലോ. നമസ്കാരം സാർ. വെരി ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ജീവിതമൊക്കെ സുഖമായി പോകുന്നുണ്ടല്ലോ. ഓക്കെ. എനിക്ക് ഏറ്റവും കൂടുതൽ ദീർഘദൂര വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേഷനാണ്. 8 കോടിയുടെ വലിയ പ്രോജക്റ്റാണ്. പക്ഷെ ആ പ്രോജക്റ്റ് അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അടിസ്ഥാന സൗകര്യം നമ്മൾ ചോദിച്ചതുപോലെ ഈ പ്രാഥമിക ആവശ്യത്തിനുള്ള ഈ ടോയ്ലറ്റ് ഫെസിലിറ്റി ഓപ്പൺ ആക്കിയില്ല, മുകളിലും താഴെയും. അതെന്തുകൊണ്ടാണ്? സെക്കൻഡ് ഫ്ലോറിലുണ്ട്, അത് സ്റ്റാഫുകൾക്കുള്ളതാണ്. ഫസ്റ്റിൽ വന്നിട്ട് ഇത് യാത്രക്കാർ ഫസ്റ്റിൽ വന്നിട്ട് വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഇതാക്കിയതായിരുന്നു. ഇപ്പം അതില്ല. ഇത് വന്നിട്ട് ഇവിടെ സെപ്റ്റി ടാങ്ക് ഉണ്ട്, അത് ചെറുതാണത്. ഇനാഗുറേറ്റ് ചെയ്തിട്ട് എത്ര കാലമായി കാണും? 2 വർഷമായി. 2 വർഷമായി അല്ലേ? അത് ചെയ്യേണ്ടത് ആരാ ശരിക്കും? ഇതിന്റെ ആൾക്കാർ ഊരാളങ്ങളാണ് ചെയ്യേണ്ടത്. അവർക്ക് അതിന്റെ നമ്മൾ അവരോട് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞത് 2-3 ഇടയ്ക്കാണ് റിപ്പയർ ചെയ്തിട്ടുള്ളത്. എന്നിട്ടും പക്ഷേ ഇപ്പോഴും പരിഹരിച്ചിട്ടില്ല. ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നു. അപ്പോൾ ഇവിടെയുള്ള യാത്രക്കാർ എവിടെ പോകണം ഈ ടോയ്ലറ്റിന് വേണ്ടി? യാത്ര ഇപ്പോൾ അവിടെ പുറത്തുണ്ട്, ഏകദേശം ഒരു 100 മീറ്റർ കഴിഞ്ഞ് പോകണം. അവിടെ അപ്പോൾ ഈ രാത്രിയിലൊക്കെ വരുമ്പോൾ സ്ത്രീകൾക്ക് അടക്കം ബുദ്ധിമുട്ടാണ്. ഇവിടെ തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉപകാരമായിരുന്നു അല്ലേ? അല്ല, നിങ്ങൾക്കും ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. നമുക്ക് സ്റ്റേഷൻ മാസ്റ്റർ ഇവിടെ ജീവനക്കാരെ കുറ്റം പറയാൻ പറ്റില്ല. ഇവരുടെ ബുദ്ധിമുട്ടാണ്. അത് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഊരാളുങ്കലാണ്. അത് ചെയ്യിപ്പിക്കേണ്ടത് KSRTCയും MLA-യുടെ ഫണ്ടിൽ നിന്ന് നിർമ്മിച്ചു എന്നുള്ളത് കൊണ്ട് MLA-ക്കും അതിന് ഉത്തരവാദിത്വമുണ്ട്. കൃത്യമായിട്ടും അത് ചെയ്യണം. സർക്കാരും MLA-യും തമ്മിലുള്ള ഏകോപനം ഈ വിഷയത്തിൽ ഉണ്ടാവണം അല്ലേ സാറേ? അതിപ്പോ MLA-ക്ക് ദിവസവും KSRTC കാര്യമൊന്നും നോക്കാൻ പറ്റില്ലല്ലോ. ഇവിടുന്ന് കൃത്യമായി KSRTCയുടെ ഉദ്യോഗസ്ഥരല്ലേ അത് കൈകാര്യം ചെയ്യേണ്ടത്. MLA ഒരു ആസ്തി വികസനം പെട്ടെന്ന് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ഒരു MLA, ഒരു MP, ഒരു മിനിസ്റ്ററോ പ്രാദേശിക വികസന ഫണ്ട് കൊടുത്താൽ ദിവസവും അതിന്റെ കൺസെഷൻ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ? അതിനൊരു ഉത്തരവാദിത്തപ്പെട്ട വീഴ്ച എല്ലാവരും ഉത്തരവാദികളാണ്. നമ്മളിപ്പോ ഒരു ഉദ്യോഗസ്ഥ നിലയ്ക്ക് ഞങ്ങൾക്ക് ഒരു പ്രത്യേക ആൾക്കാരെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് സംബന്ധിച്ച് വേണ്ടത് ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രി വന്നിട്ട് ഇപ്പൊ വിശ്രമമുറി ശരിയാക്കി തരാൻ പറഞ്ഞ് AC ആക്കാൻ പറഞ്ഞാൽ അതിന്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോ ഇവിടെ എന്ന് പറഞ്ഞാൽ യാത്രക്കാർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ നോക്കൂ, 8 കോടിയുടെ വലിയ വികസന പദ്ധതിയാണെന്ന് നമ്മൾ പറയുമ്പോഴും അതിലെ അടിസ്ഥാന സൗകര്യങ്ങൾ പലതും ഇല്ലാതെ പോകുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. എനിക്ക് തോന്നുന്നു ഞാനൊക്കെ എൻ്റെ ഓർമ്മ വെച്ചാണ് പോലെ KSRTC കാണുമ്പോൾ ബാത്റൂം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര അസ്വസ്ഥത. ഞാൻ റീസെൻ്റ്ലി ഒരു 6 months ബാക്ക് ഞാൻ ഈ യാത്ര ചെയ്തപ്പോഴും ഒന്ന് മൂത്രം ഒഴിക്കണമെന്നുണ്ടെങ്കിൽ നാറ്റവും സഹിച്ച് 2 രൂപയും കൊടുത്ത് ഇങ്ങനെ മൂക്ക് പൊത്തിപ്പിണിച്ച് വേണം മൂത്രം ഒഴിക്കാൻ. അത് പെയ്ഡായിട്ട് പുറത്ത് പോയി പലയിടത്തും. KSRTC ഉണ്ടെങ്കിൽ അത് പൂട്ടിയിട്ടിരിക്കുകയായിരിക്കും പലയിടത്തും. ഞാൻ ഈ കേരളത്തിന് ഒരറ്റം പോലെ അങ്ങേയറ്റം വരെ യാത്ര ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് കറക്റ്റായിട്ട് അറിയാം. ഇതൊക്കെ നിർമ്മിക്കുമ്പോൾ ബിൽഡിംഗ് അടിപൊളിയായിരിക്കും, പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ബിൽഡിങ്ങിന് പ്രശ്നമായിരിക്കും. ബിൽഡിംഗ് ചെരിഞ്ഞിരിക്കുമായിരിക്കും,
അല്ലെ ബിൽഡിങ്ങിൻ്റെ ബാത്റൂമെല്ലാം അടച്ചിടക്കുക, ഒരു മഴ പെയ്താൽ മൊത്തം വെള്ളം കയറും. അപ്പോൾ ഇത് പണിയുന്നവന്മാർക്ക് പിന്നെ ഊരാളെങ്കിലോ അവർക്കൊന്നും ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ലേ? അല്ല ഇവർ പണി ചെയ്താണോ പഠിക്കുന്നത്? എത്ര കോടി മുടക്കിയാണ് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നത്, എന്നിട്ട് അതിൽ പകുതി മുക്കാലും അടച്ചിട്ടിരിക്കുകയാണ്. താഴെ മാത്രം കുറച്ച് സ്ഥലമുണ്ട്, ഈ KSRTCയുടെ ആൾക്കാർ ഓഫീസേഴ്സും അവരെല്ലാം നിൽക്കുന്ന സാറന്മാരൊക്കെ നിൽക്കുന്ന സ്ഥലമുണ്ട്. ബാക്കി മുകളോട്ടൊക്കെ വെറുതെ കിടക്കുക, വിജനമായി ഇങ്ങനെ കിടക്കുവാണ്. മിക്കയിടത്തുള്ള സ്ഥലങ്ങളാണ്. ഓരോരോ മുടക്ക ന്യായങ്ങൾ കാണുന്നത് ഇതിങ്ങനെ അടച്ചിട്ടിരിക്കുകയാണ്. അത് ആർക്കും അത് ഷോപ്പുകൾക്കാണ് വേണ്ടി കൂടെ കൊടുക്കുന്നത്, അതും കൊടുക്കുന്നില്ല. ബാത്റൂമിൽ പോകാനും പറ്റില്ല, അല്ല വിസർജനത്തിന് പോലും പറ്റാത്തൊരവസ്ഥ. മനുഷ്യനല്ലേ, പോകുന്ന വഴിക്ക് ഇതൊക്കെ ഉണ്ടാകത്തില്ലേ? അല്ല റോബോട്ടൊന്നും അല്ലല്ലോ, എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ ഇതൊക്കെ. ഇത് ഗതികെട്ട അവസ്ഥയാണെന്ന് ആലോചിക്കുക. സ്ത്രീ ആണേലും പുരുഷനാണേലും, പിന്നെ പുരുഷന്മാർക്ക് പിന്നെ സൈഡിലുള്ള ഒതുക്കത്തിൽ ഇവിടെ ദുബായ് ഒന്നും അല്ലാതെ ചെയ്യും. അവിടെയാണെന്നുണ്ടെങ്കിൽ പിന്നെ വിറക്. ഇത് കേരളം ആയതുകൊണ്ട് എവിടെയൊക്കെ ഒതുക്കത്തിൽ മരത്തിൻ്റെ കീഴിലും അതിൻ്റെ മൂലയിലെല്ലാം പോയി. പെണ്ണുങ്ങൾ എന്താ ചെയ്യേണ്ടത്? സ്ത്രീകളുടെ അവസ്ഥ എന്നാലും ഈ സ്റ്റാഫായിട്ട് നിന്ന് മാത്രം സ്ത്രീകൾ വരുന്നുണ്ട്, അവർക്ക് പിന്നെയും കൊടുക്കുന്നത് പാസഞ്ചേഴ്സിനാണ്. നമ്മൾ പൈസ കൊടുത്തിട്ടില്ലേ? KSRTCന്ന് ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിലും നമ്മൾ പൈസ മുടക്കിയിട്ടല്ലേ ഇത് ഫ്രീ സർവീസായിട്ട് ഗവൺമെൻറ് ചെയ്യുന്നതാണോ? അല്ലല്ലോ. എന്തിനാണ് ഇത്? എത്ര വർഷം ഇത് മാറി മാറി വരുന്ന സർക്കാരുകൾ ഇതിന് ഉത്തരം പറയേണ്ടതാണ്. ഇപ്പം നമ്മൾ ഒരാളെ മാത്രം അടച്ചാക്ഷേപിച്ച് ഇന്ന സർക്കാർ പോകുന്നപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കേരളം ഭരിക്കാൻ നമുക്ക് എത്ര വർഷമായി കേരളത്തിന്? നമ്മൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ആൾ പോലെ നമ്മൾ കേരളം ഭരണം തുടങ്ങിക്കൊണ്ടിരിക്കുന്നതല്ലേ. ഒരു പാർട്ടി ഇന്ന ആൾക്കാർ ഭരിച്ചോണം, മറ്റൊരു ഭരിച്ചതിൻ്റെ ഭാഗമാണെന്ന് പറയും. തുരുക്കത്തിൽ പറഞ്ഞാൽ അനുഭവിക്കുന്നത് സാധാരണക്കാർ നമ്മളെപ്പോലുള്ള ജനങ്ങളാണ്. സാധാരണക്കാരനായ മനുഷ്യൻ എങ്ങനെ യാത്ര ചെയ്യും? വന്ദേ ഭാരത് ഉണ്ട്, അതിലൊക്കെ ടിക്കറ്റ് എടുക്കാൻ പൈസ വേണ്ടേ? സാധാരണക്കാരായ മനുഷ്യനാണ് എക്കാലവും അനുഭവിക്കുന്നത്. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.